ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പുറത്തൂർ തോണി ദുരന്തം ആശ്രിതർക്കുള്ള സഹായധനം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടാതെ സംഭവത്തെക്കുറിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ADM-നെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. പുറത്തൂർ തോണി ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായധനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിൽ മൃതദേഹങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തരം സംഭവങ്ങളൊരു ധാരാളമായി ഉണ്ടാകുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തരമായി 4 പേരുടെയും ഞങ്ങൾ അന്വേഷിച്ചു. ജനപ്രതിനിധികളെല്ലാം റിപ്പോർട്ട് ചെയ്തു. റവന്യൂ വകുപ്പും അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ വളരെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരായ ഇതുകൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്ന ആളുകൾ ആണ് ഇതിനകത്ത് അകപ്പെട്ടവരെല്ലാം. തൽക്കാലം അടിയന്തരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശവസംസ്കാരം ഉൾപ്പെടെയുള്ള അടിയന്തരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ചെലവുകൾ നിർവഹിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ അവർ ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ക്യാബിനറ്റ് കൂടിയായി ആലോചിച്ച് സങ്കടകരമായൊരു കാര്യം ഫ്ലഡിലുൾപ്പെടെ പ്രളയത്തിലുൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മുങ്ങി മരണങ്ങളിലൂടെയാണ്. ഡ്രോണിങ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദുരന്ത നിവാരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ആളുകളെ നീന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരിക്കാനും അതിൻ്റെ പരിശീലനം നൽകാനും വേണ്ടി വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് കൂടി കുട്ടികൾക്കിടയിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സംഭവത്തെക്കുറിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ADM-നെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. ADM-നോട് ഒരു 3 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തിരുവനന്തപുരത്തോട്ട് അയക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അതുകൂടി പരിശോധിച്ചുകൊണ്ട് ക്യാബിനറ്റ് കൂടി ആലോചിച്ച് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകും. നഷ്ടപരിഹാരം എന്ന് പറയുന്ന സാങ്കേതികത്വം നമുക്ക് നിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ചെയ്യാം. പക്ഷേ ഈ നഷ്ടത്തിന് പകരമാകില്ല അതൊന്നും. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഉൾപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒക്കെ ഞങ്ങളിപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വിപുലമായിട്ടുള്ള നിയമപരമായിട്ടും ബോധവൽക്കരണ തലത്തിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ആലോചിച്ചതുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികളുണ്ട്. തോണി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ആശ്വസിപ്പിച്ചു. കായിക ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, MLA-മാരായ KT ജലീൽ, കുറുക്കോളി മൊയ്തീൻ, തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ, ADM NM മെഹർലി, സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്, തഹസിൽദാർ P ഉണ്ണി എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.